സർക്കാരിന്റെ നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനത്തിന്റെ അവസാനത്തെ ഖണ്ഡിക മാത്രം വായിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റ് 17 സെക്കൻഡിൽ അവസാനിപ്പിച്ചു. കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ വായിക്കാതെ വിട്ടെങ്കിലും അവസാനത്തെ ഖണ്ഡിക വായിച്ച ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വിളിച്ചു പറയേണ്ടി വരികയാണ് ചെയ്തത്. ഗവർണറുടെ അസാധാരണ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഗവർണർ ഇന്ന് എന്താണ് നിയമസഭയിൽ ഏത് നിലയിലാണ് ഇടപെട്ടത് എന്ന് പരിശോധിക്കാം. നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, കേരള നിയമസഭയിൽ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് കേരളം സാക്ഷിയായത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം പൂർണ്ണമായി വായിക്കാതെ പോകുന്നത്. അവസാന ഭാഗം ഒരു പാരഗ്രാഫ് 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് ഗവർണർ നയപ്രഖ്യാപനം അവസാനിച്ച് പുറത്തിറങ്ങിപ്പോയി. അദ്ദേഹം മുഖവരയായി പറഞ്ഞത് ഞാൻ അവസാന പാരഗ്രാഫ് മാത്രം വായിക്കുന്നു എന്നതാണ്. ഒരു ഞെട്ടൽ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ വളരെ ഞെട്ടലോടുകൂടിയാണ് നോക്കിയിരുന്നത്. ഈ അവിചാരിതമായി സംഭവിച്ച ഒരു കാര്യമായിരുന്നു. സാധാരണ ഗവർണർമാർക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗം വായിക്കാതെ ബാക്കി ഭാഗങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പലവട്ടം സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനം പുറത്ത് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ബില്ലുകൾ പൂർണ്ണമായി തടഞ്ഞുവയ്ക്കുന്ന സ്ഥിതിയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം, സംഘപരിവാർ ഈ പറയുന്ന വിഭാഗത്തിലുള്ളവരെ തിരികെ കയറ്റുള്ള ശ്രമമുണ്ടായി. അങ്ങനെയുള്ള പ്രത്യക്ഷമായ പോരാട്ടം സർക്കാർ ഗവർണറും തമ്മിൽ നേർക്കുനേർ നടന്നിട്ടുള്ളതാണ്. പക്ഷേ നിയമസഭയ്ക്കുള്ളിൽ ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതനുസരിച്ചുള്ള ചർച്ചകളാണ് നിയമസഭയിൽ ഈ സമ്മേളനത്തിന് ശേഷം നയപ്രഖ്യാപന സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ വലിയ സജീവമായി ചർച്ച ചെയ്യുന്നത്. നിയമവിദഗ്ധരും ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഭരണഘടനാ വിദഗ്ധരും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള അഭിപ്രായം പറയുന്നുണ്ട്. വലിയ തരത്തിലുള്ള രോഷവും പ്രതിഷേധവും ഗവർണർക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് രാവിലെ സംഭവിച്ചത് ഗവർണർ അവസാനത്തെ ഒരു ഭാഗം ഗവർണർക്ക് വായിക്കേണ്ടി വന്നു. ആ ഭാഗം തന്നെ ഗവർണർ വായിച്ചതിൽ തന്നെ ഒരു വിരോധാഭാസമുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ആണ് ഗവർണർ അവസാന പാരഗ്രാഫിൽ വായിച്ചു നിർത്തിയത്. മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഇടതു സർക്കാരിൻ്റെ ആ പൊതു നിലപാടിനെ ഗവർണർക്ക് അവസാനത്തെ വരികളിലെങ്കിലും അവസാനത്തെ ഖണ്ഡികയിലെങ്കിലും ഗവർണർക്ക് വായിക്കേണ്ടി വന്നു. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the democracy, secularism, federalism and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together as part of this varied and beautiful nation, we will weave the tapestry of inclusive growth. ഗവർണറുടെ നടപടിയിൽ പ്രതിപക്ഷത്തിനടക്കം യോജിക്കേണ്ടി വന്നില്ല. കാരണം പ്രതിപക്ഷമടക്കം ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. വി ഡി സതീശനും ഒപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ പരസ്യമായി ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധവും നിയമസഭയെ അവഹേളിക്കുന്ന സമീപനമാണെന്ന് പറയേണ്ടി വന്നു. സർക്കാർ എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ ഭരണഘടനാപരമായി ഗവർണർ ഒരു വരിയെങ്കിലും വായിച്ചാൽ അത് നയപ്രഖ്യാപന പ്രസംഗമായി കഴിഞ്ഞു. രേഖകളനുസരിച്ച് അത് നിയമസഭയുടെ രേഖയിൽ പ്രഖ്യാപന പ്രസംഗമായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഗവർണർ സ്വീകരിച്ച നിലപാട് കേരള ജനതയ്ക്കെതിരെയുള്ള, മലയാളികൾക്കെതിരെയുള്ള, വികസനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമെതിരെയുള്ള വെല്ലുവിളിയായി തന്നെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ആ തരത്തിലുള്ള വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. അസാധാരണ നടപടിയിൽ അസാധാരണമായിട്ടുള്ള പ്രതികരണങ്ങളും സ്വാഭാവികമായി ഉണ്ടാകും. ഗവർണർ ഒരു പടി കൂടി കടന്ന് നിയമസഭ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ വേദിയായി, സർക്കാരിനെതിരെയുള്ള ആക്രമിക്കാനുള്ള വേദിയായി ഇത് മാറ്റി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഗവർണർ എടുക്കുന്ന സമീപനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ള സമീപനമാണ് എന്ന് സർക്കാർ ഉയർത്തിക്കാട്ടുന്നത് ഒരിക്കൽ കൂടി ശരിവെക്കുന്നതായി ഇന്നത്തെ നിയമസഭയിൽ നടന്ന സംഭവങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. അസിത, നൃപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകിയത്.